കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെ നിന്ന് ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് പോയവൾ തള്ള ചാകാൻ കിടക്കുന്നെന്ന് പറഞ്ഞാ വരൂ? അവള് വരാൻ തയ്യാറാണെങ്കിൽ തന്നെ വസുമതി വിടൂ. വന്നാൽ എല്ലാവർക്കും കൊള്ളാം. പ്രീതി, പ്രീതി എവിടെയടി? മുകളിലുണ്ട്. ശാലിനി, നിക്കവിടെ. ഇത്ര തിരക്കിട്ടത് എങ്ങോട്ടാ? അമ്മായിയമ്മ വീട്ടിലേക്ക് ടൂർ പോകുന്നോ? അല്ല ആന്റി, ഞങ്ങള് എന്താ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നുപോയോ? അല്ല ആന്റി, ഞങ്ങള് പ്രീതിയെ കാണാനായിരുന്നു. ഓ, പ്രീതി, അതാണ് സംഗതി. ചിത്രേ, പ്രീതിയോട് ചെന്ന് പറ, അവളെ കാണാൻ അവളുടെ പുന്നാര ഏട്ടനും ഭാര്യയും വന്നിട്ടുണ്ടെന്ന്. എന്താണാവോ വിശേഷിച്ച്? ആന്റി, സത്യാമ്മയ്ക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. ആഹാ, നന്നായി. എന്നിട്ട് വിശേഷിച്ചെന്തെങ്കിലും? ഇല്ല ആന്റി. ഷോ, കഷ്ടായി പോയി. അല്ല, ഉടനെ എങ്ങാനും തീരുമാനമാവൂ? ഇതുവരെ ബോധം വന്നിട്ടില്ല സത്യാമ്മയ്ക്ക്. അബോധാവസ്ഥയിലും പ്രീതിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ആഹാ, പ്രീതിയെ കണ്ട സത്യാമ്മയ്ക്ക് അല്പം ഭേദം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞത്. ആ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാ സുഖാവൂ അല്ലേ? ശാലിനി ആന്റി, അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, പ്രീതിയെ മെഡിക്കൽ കോളേജിലോ മറ്റോ വാടകയ്ക്ക് കൊടുത്താലോ എന്ന്. അല്ല, ഈ സ്ട്രോക്ക് വന്നവർക്കും അറ്റാക്ക് ഉണ്ടായവർക്കും ഒക്കെ പ്രീതിയെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ആ ശബ്ദമെങ്കിലും കേൾപ്പിക്കാം. ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ നടത്തുന്നവർക്ക് എത്രയോ പണം ലാഭിക്കാൻ പറ്റും. മര്യാദയ്ക്കും പ്രീതി വിളിക്കാൻ പറ ശാലിനി. കുറെ നേരമായിട്ട് ഞാനിവിടെ ഉണ്ട്. നിക്ക്, ഇവിടെ നിന്ന് പറഞ്ഞാ മതി. നീ വന്നേ, പെട്ടെന്ന്. എങ്ങോട്ട്? ഞങ്ങള് പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? അമ്മയ്ക്ക് സ്ട്രോക്ക് ഉണ്ടായി. അബോധത്തിൽ എന്റെ പേര് പറഞ്ഞു. അതൊക്കെയല്ലേ ഇത് പറയാൻ ഇവിടെ വരെ വരണമെന്നില്ലായിരുന്നു. വിഷ്ണുവേട്ട പൊയ്ക്കോ. ഞാൻ വരുന്നില്ല. അവൻ എനിക്ക് ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ.
നിനക്ക് ശരിക്കും മനസ്സിലായില്ലേ? എടി, നമ്മളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തി നമ്മുടെ അമ്മയാടി അവിടെ. ഞാൻ പറയണത് മനസ്സിലാവണില്ലേ? അവള് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ശാലി, ഇവിടുത്തെ എന്തൊക്കെയാ പറയണേ? വെറുതെ പറയാ നമ്മളെ കളിപ്പിക്കാനായിട്ട്. എനിക്കറിയില്ല ഇവളെ. നീ വന്നേ, ഇവിടെ എനിക്ക് അറിഞ്ഞൂടെ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി നിറഞ്ഞ് ഇവൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് വെറുതെ ഇവള് നമ്മുടെ കളി മതിയൊക്കെ നമുക്ക് പോവാം. നമുക്കേ അമ്മയെ കാണാം. നമുക്ക് അവിടെ ചെന്നിട്ടേ എല്ലാം ശരിയാക്കാം. നീ വാടി. അവളുടെ ദേഹത്തെങ്ങാനും തൊട്ടാ നിന്റെ കൈ ഞാൻ വിട്ടു. രണ്ടും ഈ നിമിഷം ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ജീവച്ഛവമായിട്ട് കിടക്കുക സത്യമ്മ. അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവച്ഛവമായി കിടക്കേണ്ടവൾ അല്ലടി സത്യഭാമ, ശവമായി കിടക്കേണ്ടവളാ. വെള്ള പുതപ്പിച്ച് തലയ്ക്കൽ നിലവിളക്ക് കൊളുത്തി നടുത്തളത്തിൽ സത്യഭാമയെ കിടത്തിയിരിക്കുമ്പോ പ്രീതിയല്ല, വസുമതി ആദ്യം വരും വായ്ക്കരിയിടാനായിട്ട്. ഈ പട്ടി തൊടലിട്ട് പൂട്ടണം. ഇത്രയും കേട്ടപ്പോഴേ കുറച്ച് ചാടാൻ നിൽക്കുകയാണെങ്കിൽ ഇനി ഉള്ളതുകൂടി കേൾക്കുമ്പോ നിന്റെ അവസ്ഥ എന്താകൂടാ? ഈ നിൽക്കുന്ന നിന്റെ അനിയത്തി ഉണ്ടല്ലോ പ്രീതി, ഇവള് മറുചേരിയിലായിരുന്നപ്പോ ഇവൾക്ക് ഒന്നാം തരം ഒരു കൊട്ടേഷൻ കൊടുത്തവളായി ഞാൻ. നീ അത് അറിഞ്ഞു കാണില്ല. ഇവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ഇവളുടെ ഭർത്താവ്, അതായത് എന്റെ മകൻ ഇടപെട്ടതുകൊണ്ട് മാത്ര അന്നത് ഒഴിവായത്. എന്താ ഇത്ര? പ്രീതിയെ കൊണ്ടുപോകാൻ വന്നിരിക്കാം ശാലിനിയും വിഷ്ണു. സത്യാമ്മയ്ക്ക് സ്ട്രോക്ക് ഉണ്ടായെന്ന്. നിന്നേക്കാളും വലിയ റൗഡിയും ചട്ടമ്പിയാടാ വസുമതി. ചോര കണ്ടാൽ അറച്ചു നിൽക്കുന്ന പെണ്ണല്ല വസുമതിന്ന് നിന്റെ അമ്മയോട് എന്ന് പറഞ്ഞേക്കടാ. ഈ സ്ട്രോക്കിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും സത്യഭാമയെ ജീവിക്കാൻ വിടില്ല ഞാൻ. അവളെ പുതപ്പിച്ചിരിക്കും, പുതപ്പിച്ച് കിടത്തിയിരിക്കും. വസുമതി കുഞ്ഞമ്മേടാ ഈ പറയുന്നേ? നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ പറ്റില്ലടാ. അയ്യോ അമ്മേ, 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 മുറിഞ്ഞല്ലോ. അയ്യോ ചോര. അമ്മേ, അയ്യോ, അമ്മേ, അയ്യോ വിഷ്ണുട്ടാ, കുഴപ്പമായല്ലോ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. ക്ഷമിക്കുന്നതൊരു പരിധിയില്ലേ? അയ്യോ എന്റെ തല. അയ്യോ എന്നെ കൊല്ലുന്നേ, എന്നെ തല്ലി കൊല്ലുന്നേ. ഈ റൗഡി വീട് കയറി ആക്രമിക്കുന്നേ. ആരെങ്കിലും ഒന്ന് ഓടി വായോ. അമ്മേ, എന്താ ഇത്? മിണ്ടായിരിക്കാം അമ്മേ. നാണമില്ലല്ലോ ഏട്ടന്. സ്വന്തം അമ്മയുടെ തല തല്ലി പൊളിക്കുന്നത് കണ്ടിട്ട് അമ്മയോട് മിണ്ടാതിരിക്കാനോ? എന്റെ തല. അയ്യോ അമ്മേ, 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 അമ്മേ നടന്നു. അർജുൻ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. പെട്ടെന്ന് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ രണ്ടുപേരും? ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ലെന്ന് പലവട്ടം പറഞ്ഞതല്ലേ. അയ്യോ അയ്യോ, എന്നിട്ട് എന്ത് കാണാൻ നിൽക്കുക? ആരോടെ നിങ്ങൾ തർക്കിച്ചും വാദിച്ചും ജയിക്കാൻ പോകുന്നത്? ഒടുവിൽ അമ്മയുടെ തലയും കൂടി തല്ലി പൊളിച്ചിട്ട്. ഞാൻ ദയവ് ചെയ്ത് ഇവിടെയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണം.
ഉപദ്രവിക്കാൻ വരുന്നില്ല. ഞാൻ എങ്ങോട്ടും വരുന്നുമില്ല. എനിക്കാരും കാണേ വേണ്ട. അയ്യോ നോക്ക് മോളെ. അയ്യോ അയ്യോ. പ്രീതി, ഇനി ഒരു അക്ഷരം മിണ്ടാതെ ഇറങ്ങിക്കോ രണ്ടാളും. പ്രീതി ഇറങ്ങാനാ പറഞ്ഞേ. വേദനയുണ്ടോ അമ്മ? എന്റെ തല പൊട്ടിപ്പൊളിയുന്നേ. ഞാൻ പോയി മരുന്നെടുത്തോണ്ട് വരാം അമ്മേ. ഇതിനിവിടുത്തെ മരുന്ന് പോരാ. അൾട്രാസൗണ്ടും എക്സ്റേയും ECG എല്ലാം വേണ്ടി വരും. അയ്യോ അയ്യോ. എന്റെ അമ്മ ഒന്ന് പതുക്കെ, ആരെങ്കിലും കേട്ടാ നാണക്കേടാ. നാണക്കേട് തന്നെയാടാ. പക്ഷേ അമ്മയെ തല്ലുന്നത് നോക്കിക്കൊണ്ട് നിന്നെ പ്രസവിച്ചതിനേക്കാളും വലിയ നാണക്കേടൊന്നും അല്ല ഇത്. എന്റെ അമ്മയെ അധികം ഷോ ഒന്നും വേണ്ട, ചോദിച്ചു വാങ്ങിച്ചതല്ലേ. ഞാനിവിടെ കണ്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ല. എന്നാലും നീ എന്നെ തല്ലുന്നത് കണ്ടോണ്ട് നിന്നിട്ട് ഈ വസുമതി ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരുന്നോടാ നീ. വിഷ്ണു, ഇയാളിപ്പോ പോ. അർജുൻ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. മനസ്സിലായി വിഷ്ണു. വിഷ്ണു ഇപ്പൊ ചെല്ല്. പ്രീതി, ഏട്ടൻ പറയണ കേക്ക്. വാ, ഏട്ടൻ്റെ കൂടെ വാ. ഞാനല്ലേ വിളിക്കണേ. വാ, നമ്മുടെ അമ്മ അവിടെ. വാ മോളെ, ഏട്ടൻ ഒന്നും പറയണ കേക്ക്. പ്രീതി, എടീ വാ, ഏട്ടനെ വിളിക്കണേ. എടീ, ശാലിനി, കൂട്ടിക്കൊണ്ടൊന്ന് പോ. പ്രീതി, വിഷ്ണുട്ടാ, ചാലിയോട് കള്ളം പറയാ. അവൾക്ക് ഇരുന്ന് പറയാൻ പറ്റില്ല. ഇല്ല പ്രീതി. വിഷ്ണുട്ടാ പറഞ്ഞില്ലേ പറയാൻ. വാ വിഷ്ണുട്ടാ. എന്നാലും ശാലി അവൾ. വാ വിഷ്ണുട്ടാ, കേറ് കേറ്. പ്രീതി, ശാലിനി, അവിടെ നടന്ന കാര്യമൊന്നും വീട്ടിലാരും അറിയണ്ട. പക്ഷെ സത്യാമ്മയോട് നമ്മളിപ്പോ എന്ത് മറുപടി പറയാനാ? അതാ എന്റെ ടെൻഷൻ.
ചോര കണ്ട അറപ്പ് മാറിയ ആളാണെന്നൊക്കല്ലേ തട്ടി വിട്ടത്. എന്നിട്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു മുറിവുണ്ടായപ്പോ 8 നാടും പൊട്ടെ നിലവിളിക്കുന്നു. കണ്ടോടി ചിത്രേ, ഇത് കുഞ്ഞു മുറിവാന്ന ഇവൻ പറയുന്നേ. നെറ്റിന്ന് കുടുകൂടെ ചോര ഒഴുകിയത് ഇവൻ കണ്ടില്ലാത്രേ. അയ്യോ, അതിന്ന് കുറച്ചെടുത്ത് വെക്കാത്തതെന്ത്? നമുക്ക് ബ്ലഡ് ബാങ്കിലേക്ക് ഡൊണേറ്റ് ചെയ്യായിരുന്നല്ലോ. അമ്മയ്ക്ക് വല്ല സിനിമയിലോ മറ്റോ അഭിനയിക്കാൻ പൊയ്ക്കൂടായോ? എടാ, കണ്ടോ ചിത്രേ, അമ്മയെ കൺമുന്നിൽ വെച്ച് കൈ വെച്ചിട്ടും അവന്റെ കൂറ് മറുചേരിയിലേക്കാ. സത്യഭാമയുടെ മരുമകനായിട്ട് അത്രയും കൂറ്, അപ്പോ മക്കൾക്കൊക്കെ എത്രയായിരിക്കും? അമ്മയാണോ അതോ മറ്റു ചിലരാണോ നല്ല നടിയെന്ന് പറയാറായിട്ടില്ല. എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സത്യഭാമയുടെ വീടുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞത് ഉള്ളിൽ തട്ടി തന്നെയാ. ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇതവിടെ അങ്ങനെ കിടക്കണം. സത്യഭാമയ്ക്ക് മേലുള്ള വിജയങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. ഒരു വജ്രായുധവുമായി അശ്വമേധത്തിന് ഇറങ്ങുക വസുമതി. സത്യഭാമയ്ക്കോ മകൻ വിഷ്ണുവിനോ തടുത്തു നിർത്താനാവില്ലിനി. രണ്ടും കൂടി ഇപ്പൊ കൊണ്ടുവരും. ഓലക്കേടെ മൂട്. വിഷ്ണുട്ടാ, ഇറങ്ങുന്നില്ലേ? എങ്ങനെയാ ശാലിനി അങ്ങോട്ട്? അച്ഛനോട് നമ്മൾ എന്താ പറയാ? പ്രീതി പ്രീതി എന്ന് പറഞ്ഞ് കരഞ്ഞോട്ടിരിക്കുന്ന അമ്മയോട് നമ്മൾ എന്താ പറയാ? എങ്ങനെയാ അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക? അതിപ്പോ ഞാൻ നേരിടുന്ന ചോദ്യങ്ങൾ തന്നെയല്ലേ. പക്ഷെ നമുക്കത് ഫേസ് ചെയ്തിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ചും സത്യം ഈ അവസ്ഥയിൽ കിടക്കുമ്പോ. വിഷ്ണുട്ടാ, ഇറങ്ങ. വാ വിഷ്ണുട്ടാ. ആ, വന്നല്ലോ. കൊള്ളാം. എന്താ ഉണ്ടായതെന്ന് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. മകളെ, പ്രീതി ഒന്നില്ലേ?
വന്നെങ്കി ഇപ്പൊ ഒപ്പം ഉണ്ടാവില്ലായിരുന്നു അങ്കിളെ. വന്നില്ല അച്ഛാ.